ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഴയ ഒരു ഷർട്ടിൽ നിന്ന് ഒരു ബേബി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു പഴയ ഷർട്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് 4 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ ലാർജ് സൈസിലുള്ള ഷർട്ടാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇവിടെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് വരയ്ക്കണം. ആ കോളർ കഴിഞ്ഞിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം 2 സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു വരയിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എത്ര ലെങ്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. എനിക്കിപ്പോൾ 19 ഇഞ്ചിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ താഴ്ഭാഗത്തായിട്ട് ഒരു 3 ഇഞ്ച് ഫ്രില്ലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് ആവശ്യത്തിന് ലെങ്ത് ഇത് മതി. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് 2 മടക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുവാണ്. ഷോൾഡറായിട്ട് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഇതിൽ ഞാൻ സ്ലീവ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ഇഞ്ച് ഷോൾഡർ എടുക്കുവാണ്. അതിനുശേഷം ആം ഹോളായിട്ട് താഴേക്ക് 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്ലീവ് വെക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള തുണിയൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചെസ്റ്റ് അളവ് വേണ്ടത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.5 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്നത് 7.5 ആണ്. ആ 7.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 11 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത്. അതിനുശേഷം അവിടുത്തെ വണ്ണം 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് ലൈനിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഫുൾ വിരിവിലേക്ക് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ തുണി ഇതേപോലെ 2 മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ നെക്ക് വിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. താഴേക്ക് നെക്ക് ലെങ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. അതിനുശേഷം നമുക്കിതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്ത് വെക്കുന്നതിനുള്ള ഫ്രില്ലിനുള്ള തുണിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് 2 സ്ലീവിൽ നിന്നുമാണ്. അപ്പോൾ ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ നമുക്ക് കിട്ടുന്നത്ര തുണി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഫ്രില്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ള് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മുടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ അറ്റത്ത് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നെക്ക് റൗണ്ട് ഫുള്ള് നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നെക്ക് ഫുള്ള് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തുണി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചീത്ത വശത്തോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യമേ തന്നെ ഈ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ ക്രോസ് പീസ് ഒന്നുള്ളിലേക്ക് മടക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഉള്ളിലേക്ക് മടക്കുക. കണ്ടില്ലേ, ഇതേപോലെ ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതുവഴി സ്റ്റിച്ച് ചെയ്ത് പോവാം.
ഇപ്പോൾ ഞാൻ ദേ നെക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൈക്കുഴിയിൽ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ കൈക്കുഴി രണ്ടും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ദേ 2 കൈക്കുഴിയും ഇതേപോലെ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ 2 സൈഡും ഞാനൊന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ താഴെ ഫ്രില്ല് വെക്കുന്നതിനുള്ള ആ തുണികളെല്ലാം തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അറ്റവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്ത് വെച്ച പീസ് എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് വേണം നമ്മൾ ഫ്രില്ല് വെച്ച് തുടങ്ങാനായിട്ട്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രില്ല് വെച്ചിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 തുണിയുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും അറ്റത്ത് ലെവലാണോ നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ആദ്യം ഒന്ന് ലോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഞൊറിവുകൾ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. എത്ര ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാവോ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ നിങ്ങളുടെ തുണി അനുസരിച്ചിട്ട് പ്ലീറ്റ്സിൻ്റെ വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അപ്പം നമ്മുടെ കുഞ്ഞുടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.